അനു ജിസേലിനെ അടിച്ചിരിക്കുകയാണ്. ഇത് ഫിസിക്കൽ അസോൾട്ടാണോ? അനുവിനെ പുറത്താക്കുമോ? അടുത്ത ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആര്? ഈ ആഴ്ച ജയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ ആരൊക്കെ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡേ 12 ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സ് ആയിരിക്കണം. ഇതുപോലെ ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം തന്നെ ഇന്നത്തെ ദിവസത്തോട്ട് വരുന്നതിന് മുമ്പ് ഇന്ന് ഓഗസ്റ്റ് 15 അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെ ഭാഗ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തോട്ട് വരാം. ഇന്നത്തെ ദിവസത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് രാവിലെ ഉണ്ടായ സംഭവവികാസങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ രാവിലെ കാണിക്കുന്നത് മോർണിംഗ് സോങ്ങാണ്. മോർണിംഗ് സോങ്ങിന് ശേഷം ഒരു ചെറിയൊരു മോർണിംഗ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജിസയിലും നമ്മുടെ അനുവും തമ്മിലുള്ളൊരു ചെറിയൊരു വഴക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു കിച്ചണിൽ നിന്ന് പഞ്ചസാര എടുത്ത് കൊണ്ടുപോയിരുന്നു എന്ന് ജിസേൽ പറയുന്നു. ശരിക്കും എന്തോ എടുത്തുകൊണ്ട് പോകുന്നതാണ് ജിസേൽ കാണുന്നുണ്ട്. അത് പഞ്ചസാരയാണെന്നാണ് പറയുന്നത്. ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ കള്ളനെയാണ് പറയുന്നത്. എനിക്ക് ഇവിടെ കള്ളൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ആണെന്നാണ് നമ്മുടെ ജിസേൽ പറയുന്നത്. അതാര് കേൾക്കുന്നു? അനു കേൾക്കുന്നു. അനുവിന് അപ്പം തന്നെ ചെറുതായിട്ട് ദേഷ്യം കാര്യങ്ങളൊക്കെ വരികയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അനു ട്രിഗറായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അനാവശ്യം പറയരുത്, കാണാത്ത കാര്യം കണ്ടു എന്ന് പറയരുത്, നീ കണ്ടോ, ഞാൻ എടുക്കുന്നത് നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വിഷയമാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം നമ്മുടെ അപ്പാനി, അക്ബർ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മുടെ അനുവിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനു ഇവിടെ രാവിലെ ഒരു ഇൻസിഡൻറ്റ് നടന്നിരുന്നു, ടോയ്ലറ്റിൻ്റെ കാര്യമൊക്കെ. ആ ഇൻസിഡൻറ്റ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അനു. ഇവിടെ ടോയ്ലറ്റിൻ്റെ കാര്യവും ബാത്റൂമിൻ്റെ കാര്യമൊക്കെ വീണ്ടും ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ വൃത്തികേടാക്കിയിടുന്നത് ആണുങ്ങളാണ്. ഇവിടെ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഇവരെ ചൂലെടുത്ത് അടിച്ചേനെന്നാണ് പറയുന്നത് അനു. അപ്പോൾ ഇതൊന്നും കേൾക്കുന്നില്ല എന്ന മട്ടിൽ, ഇതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും കേൾക്കുന്നില്ല എന്ന മട്ടിൽ അപ്പാനിയും ബാക്കിയുള്ളവർ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് വലിയ ഇതൊന്നും ആകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷാനവാസും അനീഷും തമ്മിൽ ചെറിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു വഴക്കാണ്. എന്തിൻ്റെ പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു പാത്രം, അതായത് എല്ലാവരോട് പാത്രം കാര്യങ്ങളൊക്കെ കഴുകാൻ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് വഴക്ക് നടക്കുന്നത്. അപ്പോൾ അനീഷാണ് പറയുന്നത്, എന്തുകൊണ്ട് പാത്രം കഴുകിയില്ല? അപ്പോൾ ഷാനവാസ്, അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനീഷ്, രാവിലെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, രാവിലെ വെള്ളം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ കഴുകിയില്ല. അപ്പോൾ ഷാനവാസ്, രാവിലെ എല്ലാവരും വന്നു, പക്ഷേ എല്ലാവരും ഉറക്കമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ രാവിലെ തന്നെ അവരോട് എല്ലാം ചെയ്യിപ്പിക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല എന്നാണ് നമ്മുടെ ഷാനവാസാണല്ലോ ക്യാപ്റ്റനായ ഷാനവാസ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് ഇതിന് മറുപടിയായിട്ട് അനീഷ് പറയാണ്, എന്തുകൊണ്ട് ചെയ്തില്ല? രാവിലെ വെള്ളം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ നവീൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ ചെയ്തോളാം, ഓക്കെ, ഞാൻ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനല്ലേ, അപ്പം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതിനുശേഷം പണിപ്പുര ടാസ്കിൻ്റെ 1ാം ഘട്ടം വരെയാണ് ചെയ്യുന്നത്. 1ാം ഘട്ടത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേർക്ക് ഇതിൽ പ്രവേശിക്കാമെന്നാണ് പറയുന്നത്. 1000 പോയിൻ്റ് ഇവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതായത് ഓൾറെഡി ഇവരുടെ കയ്യിൽ 2000 പോയിൻ്റ് ഉണ്ട്. 1000 പോയിൻ്റ് ആരുടെയാണ്? ഇന്നലെ നമ്മുടെ ഷാരിക്കും ഒനിലും ഇതിന്ന് ഡെഡ് സോണിലേക്ക് പോയിരുന്നല്ലോ, അവർ ത്യാഗം ചെയ്ത 1000 പോയിൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് അവർക്ക് ടോട്ടൽ 3000 പോയിൻ്റാണ് ഇവരുടെ കയ്യിലുള്ളത്. അതിനകത്തുള്ളത് വേണം ഇവർ പർച്ചേസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ ടോട്ടൽ ഇവരുടെ കയ്യിൽ 3000 പോയിൻ്റ് ഉണ്ട്. അതിൽ 1500 പോയിൻറ്റിനുള്ള ആദ്യഘട്ട ടാസ്ക്കാണ് വരാൻ പോകുന്നതാണ് പറയുന്നത്. അതിന് വേണ്ടിയായിരിക്കണം ഇനി മത്സരിക്കേണ്ടത്. അതായത് 1500 പോയിൻറ്റിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ടാസ്ക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയായിരിക്കണം ഇവർ മത്സരിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. 10 സെക്കൻഡ് സമയമാണ് ഇവർക്ക് കിട്ടുക. 5 പേര് ആണ് ഇതിൽ മത്സരിക്കുക. ഇവർ 5 പേര് ആരൊക്കെയാണ് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്, ആരൊക്കെയാണ് അതിലേക്ക് പോകുന്ന 5 പേരെന്ന് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് 5 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് ആരൊക്കെയാന്ന് നോക്കാം. ആര്യൻ, ശരത്ത്, റെന, സരിക, ശൈത്യ, ഇവർ 5 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല പ്ലാനിങ് ആണ്, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ല ബിഗ് പ്ലാനോട് കൂടിയാണ് ഇവർ പോകുന്നത്. ആര്യൻ 2 വട്ടം പോയിട്ട് വരുന്നുണ്ട്.
ആര്യൻ നന്നായിട്ട് തന്നെ ചെയ്തു. 2 വട്ടം പോയിട്ട് വരാൻ ആര്യന് പറ്റി. ഇവരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ കണ്ടതൊക്കെ വാരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർ കണ്ണിൽ കണ്ടതൊക്കെ വാരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫുഡ് ഐറ്റംസ് മാത്രം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഡ്രസ്സാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. ഇനി ഫുഡ് എന്തൊക്കെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീസ് എടുത്തിട്ടുണ്ട്, മട്ടൺ എടുത്തിട്ടുണ്ട്, ഹണി എടുത്തിട്ടുണ്ട്, ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, പിസ്സ, വെജ്, ലാർജ്, അതുപോലെ തന്നെ ചാറ്റ് മസാല, കറി ലീഫ്, കറിൻഡർ ലീഫ്, ലെഗ് ജ്യൂസ് ഇത്രയും എടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം മാത്രമാണ് അവർ മാറ്റി വയ്ക്കുന്നത്. ബാക്കിയെല്ലാം അതൊഴിച്ച് ബാക്കിയെല്ലാം എടുക്കുന്നുണ്ട്. ഫുഡ് ഐറ്റംസ് കുറച്ചെങ്കിലും ആദ്യത്തെ ഘട്ടത്തിൽ കുറച്ചെങ്കിലും അവർ എടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഐസ്ക്രീം മാത്രം മാറ്റിയിട്ട് ബാക്കിയെല്ലാം അവർ എടുത്തു വയ്ക്കുന്നുണ്ട്. ഓക്കെ, കൃത്യം 1465 പോയിൻ്റുള്ള ഷോപ്പിംഗ് ആണ് അവർ ചെയ്യുന്നത്. അതിന് ബാക്കി നെക്സ്റ്റ് റൗണ്ട് 1500 പോയിൻറ്റിനാണെന്നാണ് പറയുന്നത്. അതായത് രണ്ടാമത്തെ ഘട്ടം കൂടിയുണ്ട്. 2 ഘട്ടമാണ് ഇതിനുള്ളത്. അപ്പോൾ അടുത്ത ഘട്ടം 1500 പോയിൻറ്റിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം എന്നാണ് പറയുന്നത്. അതിൽ സമയം കുറയുകയോ കൂടുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അതിനുശേഷം ഇവർക്കൊരു ഇത് കൊടുക്കുകയാണ്. അതായത് ഇന്ന് സ്വാതന്ത്ര്യദിനമാണല്ലോ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ഇവർക്ക് ഇന്നലത്തെ ഇത് ഇടേണ്ടതായിരുന്നു. പക്ഷേ അത് ഇന്നാണ് അവർ കാണിക്കുന്നത്. ഇന്നലെ തന്നെ അവർക്ക് കൊടുത്തതാണ്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് അവർക്ക് ഇന്നലെ തന്നെ ലഡ്ഡുവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എല്ലാവരും നമ്മുടെ ഇതിൽ നോക്കി പ്ലാസ്മ ടി വിയിൽ നോക്കി പറയുന്നുണ്ട് എല്ലാവരും. അതിനുശേഷം ഇൻഡിപെൻഡൻസ് ഡേ ഭക്തിഗാനം സോങ്ങും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ട്. വന്ദേ മാതരം ആ പാട്ടും പാടിയിട്ടാണ് പാടുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പ് അപ്പാനി ബിൻസി നമ്മുടെ ബിൻസി കൂടിയിട്ട് അപ്പച്ചൻ കോംബോ, അതായത് അപ്പച്ചനായിട്ടാണ് നമ്മുടെ ബിൻസി കാണുന്നത്. അങ്ങനെ ആ ഒരു കോംബോ പിടിക്കുന്നുണ്ട്. പിന്നീട് ബിഗ് ബോസ് പറയുന്നു ബാഡ്ജ് ഉള്ളവർ യൂണിഫോം ധരിക്കരുതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻസി നോമിനേഷൻ വരികയാണ് ചെയ്യുന്നത്. 3 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നു. മിഡ് വീക്ക് സസ്പെൻഷനിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ പാടില്ലെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരൊക്കെയാണ് അവർ? അനീഷ്, രേണു, റെന, സരിക, ഇവർ 4 പേരെയും തിരഞ്ഞെടുക്കാൻ പാടില്ല. അതായത് നോമിനേഷനിലേക്ക് വയ്ക്കാൻ പാടില്ല. ബാക്കിയുള്ളവരും ബാക്കി 12 പേരെ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ബാക്കി 12 പേരിൽ നിന്ന് 3 പേരെ നിങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് പറയുന്നത്. അങ്ങനെ കുറേ പേര് ജിസേലിൻ്റെ പേര് പറയുന്നുണ്ട്, കുറേ പേര് ആര്യൻ്റെ പേര് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു നല്ലതുപോലെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജിസേൽ അടിപൊളിയായിട്ട് കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് ക്യാപ്റ്റൻസി നോമിനേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ റെനയാണ് വരുന്നത്. റെന വന്നിട്ട് നമ്മുടെ ആര്യനെയും ജിസേലിനെയാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ശൈത്യ വന്നിട്ട് ആര്യനെയും അഭിയനെയും പറയുന്നു. ടാസ്ക് വൈസിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. പിന്നീട് ബിന്നി വരുന്നു, ആര്യനെയും അപ്പാനിയെയും പറയുന്നു. അതിനുശേഷം ആദിലും നൂറിയും വരുന്നു. അഭിനെയും ആര്യനെയാണ് പറയുന്നത്. സെയിം തന്നെയാണ് പറയുന്നത് കേട്ടോ. അനു ആയിരുന്നു, അഭിനെയും ആര്യനെയും പറയുന്നു. പിന്നീട് സരിക വരുന്നു, അഭിനെയും ആര്യനെയും പറയുന്നു. ടാസ്കിൻ്റെ ബേസ് തന്നെയാണ് പറയുന്നത്. പിന്നീട് രേണു വരുന്നു, ആര്യനെയും അഭിനെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ആര്യൻ വരുന്നു, ജിസേലിനെയും അഭിനെയും പറയുന്നു. അതിനുശേഷം അപ്പാനി വരുന്നു. അപ്പാനി വന്നിട്ട് ആര്യനെയും ജിസേലിനെയും പറയുന്നു. പിന്നീട് ബിൻസി വരുന്നു, ആര്യനെയും അപ്പാനിയും പറയുന്നു. പിന്നീട് ജിസേൽ വരുന്നു, ആര്യനെയും അഭിനെയും പറയുന്നു. അക്ബർ വരുന്നു, ആര്യനെയും അപ്പാനിയും പറയുന്നു. പിന്നെ ഷാനവാസ് വരുന്നു, അബി നെവീനെയും പറയുന്നു. നെവീനെ പറയുന്നത് അതായത് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ, അതായത് ഇതുവരെ ക്യാപ്റ്റനായിട്ടില്ലല്ലോ, ഇങ്ങനെ ചുമ്മാ ഫണ്ണി ആയിട്ട് അടിച്ച് നടന്നൊരു കാര്യമില്ലല്ലോ, ഇനി ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസ് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത് അബിയാണ് വരുന്നത്. അബി വന്നിട്ട് ആര്യനെയും ജിസേലിനെയാണ് പറയുന്നത്. പിന്നീട് നെവി വന്നിട്ട് ഞാൻ ജിസേലിനെയും അഭിനെയും പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. പിന്നീട് അനീഷ് വരുന്നു, ജിസേലിനെയും ആര്യനെയും പറയുന്നു.
അങ്ങനെ ടോട്ടൽ ആര്യന് 12 വോട്ടും അതുപോലെ തന്നെ അബിക്ക് 9 വോട്ടും ജിസേലിന് 7 വോട്ടും അപ്പാനിക്ക് 3 വോട്ടും നെവിന് 1 വോട്ടാണ് കിട്ടുന്നത്. ഇതിൽ ടോപ്പിൽ നിൽക്കുന്നത് ആര്യൻ, അബി, ജിസേലാണ്. ഇവർ 3 പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ സെലക്ട് ആവുന്നത്. ഇവരിൽ 3 പേര് ആരായിരിക്കും നല്ലത്? ആരായാലായിരിക്കും നല്ലത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയുക. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അതായത് ഇതിൽ ആരായാലും കുഴപ്പമില്ല. കാരണം അതായത് 3 പേരും നല്ല കണ്ടസ്റ്റൻസ് തന്നെയാണ്. കാരണം കുറച്ച് ആരിനായി കഴിഞ്ഞാൽ കുറച്ചുകൂടി പവറും കാര്യങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ജിസേലായി കഴിഞ്ഞാൽ കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആളാണ് ജിസേൽ. അപ്പോൾ ജിസേലായി കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മനസ്സിലായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം അവിടെ നോമിനേഷനിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അപ്പാനി, ഞാൻ അനീഷിനെ പറയുന്നു, അതായത് ജയിൽ നോമിനേഷൻ ടാസ്ക്കാണ് കേട്ടോ പിന്നീട് നടക്കാൻ വരുന്നത്. അപ്പം ജയിൽ നോമിനേഷനിൽ ചർച്ചയാണ്. അതിപ്പോൾ തന്നെ ജയിൽ നോമിനേഷനിൽ ചർച്ച തുടങ്ങി. അപ്പോൾ അപ്പാനി പറയാണ്, ഞാൻ അനീഷിനെ പറയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യും. അപ്പോൾ അത് കേൾക്കുന്നു അക്ബർ കേൾക്കുന്നുണ്ട്. അക്ബർ, മതിയായിൽ എന്തിനാ അവൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. തിരുത്തി കൊടുക്കുന്നു. അപ്പോൾ മിൻസി പറയാണ്, ഞാൻ നെവിനെ പറയും, ഞാൻ നെവിൻ എന്തായാലും പറയും. കാരണം നെവിൻ ജയിലിലേക്ക് പോയേ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം നെവിന് ഇങ്ങനെ, അതായത് നെവിൻ ഓരോ സാധനങ്ങൾ ഇതൊക്കെ എന്തോരം മോഷ്ടിച്ചുകൊണ്ട് നമ്മൾ നെവിലും അതായത് എപ്പിസോഡിലൊക്കെ കാണുന്നുണ്ട്. എന്തോരം സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീരും. അവസാനം മോഷ്ടിച്ചു കൊണ്ടായിട്ട് കുറേ സാധനങ്ങൾ അവൻ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രം. അതാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് എന്തായാലും നെവിൻ പോയേ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ നെവിൻ പോകണമെന്നാണ്, ജയിലിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അതിനുശേഷം മണിപ്പൂരയുടെ അവസാനഘട്ട ടാസ്ക് വരികയാണ് ചെയ്യുന്നത്. 1500 പോയിൻറ്റിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ഇത്തവണ 10 പേർക്കാണ് മത്സരിക്കാനുള്ള പെർമിഷൻ ഉള്ളത്. 10 പേർക്ക് കയറാമെന്നാണ് പറയുന്നത്. അവർ ഭയങ്കര പ്ലാനിങ് ആണ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് 10 പേരെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബിന്നി, ബിൻസി, രേണു, ജിസേൽ, അബി, ആദില, അനു, ഷാനവാസ്, അനീഷ്, അക്ബർ, ഇത്രയും പേരാണ് ഈ 10 പേരെന്ന് പറയുന്നത്. ഇതിലേക്ക് മത്സരിക്കാൻ മണിപ്പൂരയിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന 10 പേരെന്ന് പറയുന്നത്. അങ്ങനെ മണിപ്പൂരയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബിന്നിയും രേണുവും ഡോറിൻ്റെ അവിടെ നിന്നിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി നിൽക്കാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഡയറക്റ്റായിട്ട് കയറാനും പറയുന്നുണ്ട്. കുറച്ച് പേര് ഏറ്റവും അകത്തേക്ക് കയറണമെന്ന് പറയുന്നു. കുറച്ച് പേര് സൈഡിലേക്ക് കയറണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ കയറുന്നത്. കുറേയൊക്കെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഫുഡ് മാത്രം എടുക്കാൻ വേണ്ടി കയറാൻ പറയുന്നു. അങ്ങനെ ബസർ അടിക്കുന്നു. എല്ലാവരും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാരി പെറുക്കുന്നുണ്ട്. കൂടുതലും എടുത്തിരിക്കുന്നത് വസ്ത്രങ്ങളാണ്, അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. ഫുഡ് ഐറ്റംസ് കുറച്ചാണ് എടുത്തിട്ടുള്ളൂ ഇപ്രാവശ്യവും. അങ്ങനെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസുമതി റൈസ് 1 കിലോ, ചിക്കൻ 1 കിലോ, കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ നൂഡിൽസ് 18 പേർക്ക്, ചിക്കൻ ഫ്രൈ 18 പേർക്ക്, ഫ്രൈഡ് ചിക്കൻ 18 പേർക്ക്, വെജ് ചിക്കൻ ഫ്രൈ 18 പേർക്ക്, വെജ് സൂപ്പ്, അതുപോലെ തന്നെ പിസ്സ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവർക്ക് കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. കൂടുതൽ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ കുറേ എടുത്തിട്ടുണ്ടെന്നാണ് നേരത്തെ കിട്ടിയതും ഇപ്പോൾ കിട്ടിയതും കൂടിയിട്ട് കുറേ സാധനങ്ങൾ അവർ വാരി പെറുക്കിയിട്ടുണ്ട്. പിന്നെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, ചായ വയ്ക്കാൻ വേണ്ടി കോഫി പൗഡറും അവർ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൂടുതലും എടുത്തിട്ടുണ്ട്. കൂടുതലും എടുത്തിരിക്കുന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇത് അതായത് അനുവിനാണ് കൂടുതലും ഡ്രസ്സ് കിട്ടിയിരിക്കുന്നത്. അനുവിൻ്റെ ഡ്രസ്സാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ്, ബിഗ് ബോസ് എന്നൊന്നും പ്രയോജനമാകില്ല എന്നാണ് പറയുന്നത്. എടുത്ത സാധനങ്ങൾ, അതായത് അനുവിന് ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി എടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കാൻ പറയുന്നു. പക്ഷേ ഇതാർക്ക് പ്രയോജനമായി വെച്ചിട്ടാണ്? റെനയ്ക്ക് പ്രയോജനമായി. കാരണം റെനയ്ക്ക് കിട്ടിയത് മേക്കപ്പ് സെറ്റാണ് കിട്ടിയത്. ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഫൗണ്ടേഷനൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അത് റെനയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അത് ഷെയർ ചെയ്യരുതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡൻറ്റ് വരുന്നത്. നമ്മുടെ അനു ജിസേലും തമ്മിലുള്ള ഇൻസിഡൻ്റാണ് വരുന്നത്. അനു ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതേ ഒരു നിമിഷം മുമ്പ് കഴിഞ്ഞേ ഉള്ളൂ. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്.
ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. നമ്മുടെ അനുവും ജിസയിലും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. അതായത് വാക്കേറ്റ്, അതായത് നീ എടുത്തോ ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അനു ജസ്റ്റ് ഒന്ന് രണ്ട് കയ്യിലും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ജിസയിലിനാണ് അടി കിട്ടുന്നത്. ഇത് ഇനി ചർച്ചയാവുമോ എന്നൊന്നും അറിയുന്നില്ല. ലാലേട്ടൻ വരുമ്പോൾ ചർച്ച ചെയ്യുമോ, അതുപോലെ ഇത് എന്തായാലും ഫിസിക്കൽ അസോൾട്ടാണ് സംഭവം. കാരണം കയ്യിലാണല്ലോ അടിച്ചിരിക്കുന്നത്, എവിടെയും ബോഡിയിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഒന്നല്ലെങ്കിൽ രഞ്ജിത്ത് സാറ് നമ്മുടെ കണ്ണിൽ മുളക് പൊടി തേച്ച അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വരണം പുറത്താക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ റോബിൻ നമ്മുടെ റിയാസിനോട് ചെയ്ത പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വരണം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അടിയോ എന്തെങ്കിലും വിഷയം വന്നാൽ മാത്രമേ പുറത്താക്കുള്ളൂ. ഇങ്ങനെ ചെറിയൊരു വിഷയത്തിന് പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എല്ലാ കാർഡും എന്തായാലും കിട്ടുമായിരിക്കും. കാരണം ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ചെറിയൊരു വാണിംഗ് കൊടുക്കുമായിരിക്കും, അത്രയേ ഉണ്ടാകത്തുള്ളൂ. ഇനി എന്തായാലും നോമിനേഷൻ, അതായത് ജയിൽ നോമിനേഷൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 3 പേരാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സരിക, നെവിൻ, രേണു. ഇതിൽ 3 പേരാണ് ഈ പ്രാവശ്യം ജയിലിലേക്ക് പോകാൻ സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഇതിൽ രാവിലെ ഒരു ചെറിയ പ്രൊമോ വന്നിരുന്നു. നമ്മുടെ നെവീനും രേണും തമ്മിൽ ജയിലിൽ കിടക്കുന്നു. ഒരു ടാസ്ക്കാണ് അവർ ചെറിയൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്, അത് അച്ചാർ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ടാസ്ക്കാണ് കൊടുക്കുന്നത്. അതിൽ ഇങ്ങനെ നെല്ലിക്ക അച്ചാർ ആ സാധനം ഇങ്ങനെ എറിയുന്നു, അതിനകത്ത് വീഴണം. അപ്പോൾ ബസറടിക്കുന്നു, ഇങ്ങനെ ഓടി വന്നിട്ട് നമ്മുടെ രേണു വീഴുന്ന കാഴ്ചയൊക്കെയാണ് ആ പ്രൊമോയ്ക്കകത്ത് ഉള്ളത്. എന്തായാലും ജയിൽ നോമിനേഷൻ നടന്നിട്ടില്ല. ടാസ്ക് ഇപ്പോൾ നടന്നിട്ടുണ്ടോ എന്നറിയില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് വരെ നടന്നിട്ടില്ല. എന്തായാലും അതിൻ്റെ വിഷയം അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഈ പ്രൊമോൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സി യു.